ഒരു സംഭവം പറയട്ടെ. മാർച്ച് 4 1946 സംഭവം നടക്കുന്നത്. സംഭവം നടക്കുന്ന സ്ഥലം അരസാരി ഗോമ എന്ന് പറയുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ബ്രസീലിലത്തെ ഒരു ചെറിയ വില്ലേജിലാണ്. ഈ വില്ലേജിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ വില്ലേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാടിന്റെ നടുക്കിലാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ടെറ്റെ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. പിന്നെ വില്ലേജിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാമെന്നുണ്ടെങ്കിൽ, അത് ഒത്ത നടുക്കായിട്ട് ഒരു വലിയ ചേർച്ച്, അതിന് ചുറ്റും ചെറിയ ചെറിയ വീടുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ കുടിലുകൾ. അത്രേ ഉള്ളൂ ആ ഒരു ഗ്രാമത്തിന്റെ ഔട്ട്ലൈൻ. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് എല്ലാ വർഷവും നമുക്ക് ഈ വിഷു, റംസാൻ, ക്രിസ്മസ് ഒക്കെ ഉള്ള പോലെ അവർക്കും ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലിന്റെ പേരാണ് ഫെസ്റ്റിവൽ ഓഫ് കാർണിവാൽ. അതൊരു റിലീജിയസ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഈ വില്ലേജിലത്തെ ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടാണ് ആ ഒരു പരിപാടി കണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ വർഷവും അവര് തൊട്ടടുത്തുള്ള ഒരു വലിയ സിറ്റിയിലേക്ക് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുമായിരുന്നു. ആ വർഷവും ആൾക്കാർ അതിനു വേണ്ടിയിട്ട് പോയി. എന്നാൽ പോകാതെ ഇരുന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരാണ് ജ്വൽ പ്രസ്റ്റീജ് ഫിലോ. ആളൊരു 44 വയസ്സുള്ളൊരു പുള്ളിയാണ്. 5 മക്കളുണ്ട്. ഒരു ഫാർമറാണ്. ആൾക്ക് ഈ പാട്ട്, കൂത്ത്, ഡാൻസ്, ഈ സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? ഭാര്യേനെയും മക്കളെയും ആ പരിപാടിക്ക് പറഞ്ഞു വിട്ടിട്ട്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു മീൻ പിടിക്കുക എന്നുള്ളത്. ആ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുടെ കൂട്ടുകാരനുമായിട്ട് സ്വന്തം കാളവണ്ടിയിൽ കയറിയിട്ട് അടുത്തുള്ള ആ നദി ഉണ്ടല്ലോ, ടെറ്റെ, ആ നദിയിലേക്ക് പുള്ളി പോയി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അയാൾ ആളുടെ കൂട്ടുകാരൻ്റെ കൂടെ അവിടെ സമയം ചെലവഴിച്ചു. അവരവരുടെ അപ്പോൾ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തു. വളരെ നോർമലായിട്ടുള്ളൊരു ദിവസം, സമാധാനപരമായിട്ടുള്ളൊരു ദിവസം. എന്നാൽ വൈകുന്നേരമായ സമയത്ത് ജോയലിന്റെ ഫ്രണ്ട് പറഞ്ഞു, ഇപ്പം എന്തായാലും വൈകുന്നേരമായി, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയേക്കാം. കാരണം കാടിന്റെ ഉള്ളിൽ കൂടെ വേണം തിരിച്ച് വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരിക്കും, റിസ്ക് എടുക്കണ്ട, നമുക്ക് ഇപ്പോഴേ പോയേക്കാന്ന് പറഞ്ഞു. ജോയല് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എന്നാ പിന്നെ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി തിരിച്ച് കിട്ടിയ മീനൊക്കെ ആയിട്ട് കാളവണ്ടിയിൽ കയറി തിരിച്ച് വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജിലേക്ക് പോകുന്നതിന്റെ പകുതി വഴിയായപ്പോൾ തന്നെ ജോയലിന്റെ ഫ്രണ്ട് ആ കാളവണ്ടിയിൽ നിന്ന് ഇറങ്ങി. കാരണം പുള്ളിയുടെ വീട് അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ പുള്ളി മാത്രം അതിൽ നിന്ന് ഇറങ്ങി പുള്ളിയുടെ വീട്ടിലേക്ക് നടന്നുപോയി. ജോയലിന്റെ അടുത്തൊരു ബായും പറഞ്ഞു. ജോയൽ ഓക്കേടാ, കാണാം, നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് വീണ്ടും വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാവം ജോയലിന് അറിയില്ലായിരുന്നു തൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ജോയൽ യാത്ര കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഇത്തവണ കൂട്ടുകാരനൊപ്പം ഇല്ല, ജോയൽ ഒറ്റയ്ക്കാണ്. കാളവണ്ടിയുടെ ശബ്ദം, കാടിൻ്റെ ശബ്ദം, ഇത് മാത്രമേ പുള്ളിക്ക് കേൾക്കാറുള്ളൂ. പക്ഷെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള പുള്ളിക്കൊരു ഫീലിംഗ് വന്നു തുടങ്ങി. അതായത് ആരും എന്നെ നോക്കുന്നുണ്ട്, അതും വളരെ ഇൻറ്റൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. ജോയൽ ചുറ്റും നോക്കി, എന്താണ്, വല്ല മൃഗങ്ങളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും കാണാനില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില കാൽപെരുമാറ്റം കേൾക്കുന്ന പോലെയൊക്കെ ജോയലിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒന്നിനും കാണുന്നില്ല. ജോയലിന് ഈ പേടി വരേണ്ടതല്ല നോർമലി. കാരണം ജോയല് ഡെയിലി ആ കാട്ടിക്കോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പുള്ളിക്ക് ഉള്ളംകൈ പോലെയാണ് അവിടുത്തെ വഴികളൊക്കെ, എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഇതേവരെ അങ്ങനത്തെ ഒരു പേടി ജോയലിന് വന്നിട്ടില്ല. പക്ഷെ ആ ദിവസം വൈകുന്നേരം പുള്ളിക്ക് വല്ലാത്തൊരു പേടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വേറെയും പല കാര്യങ്ങളുണ്ട്. കാരണം ജോയല് ആ വില്ലേജിൽ വളർന്ന സമയത്ത് പല കഥകൾ കേട്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അതിലൊന്നാണ്, തൊട്ടടുത്ത് തന്നെ ഒരു ഖനിയുണ്ട്, അതായത് ഒരു മൈനുണ്ട്. ആ മൈനിൽ പണ്ടൊരു വട്ടം അപകടം നടന്നിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട്. സോ ആ മരിച്ച ആൾക്കാരുടെ പ്രേതമൊക്കെ ഇപ്പോഴും അവിടെയൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആ ഒരു കഥ പുള്ളി ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്. അതേപോലെ തന്നെ അവിടെ വേറൊരു മിത്തുണ്ടായിരുന്നു. ആ ഒരു മിത്ത് ഒരു പാമ്പിനെ കുറിച്ചിട്ടാണ്. ആ പാമ്പ് ആ ഒരു കാടിന്റെ പ്രൊട്ടക്ടറാണ്. ആ ഒരു കാടിന് എന്തെങ്കിലും സംഭവിക്കാനായിട്ട് ആരെങ്കിലും തുനിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരാളെ ആ പാമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ട് തീ തുപ്പിയിട്ട് കൊല്ലും. അതാണ് ആ പാമ്പിന്റെ രീതി. പിന്നെ അസാമാന്യ സൈസാണ് ആ പാമ്പിന്. അതേപോലെ തന്നെ ബോഡി ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരാളെ ഉരുക്കി കളയാൻ പാകത്തിനുള്ള ചൂടാണ് അതിന്റെ ബോഡിയിൽ നിന്ന് വരുന്നത്. ജോയലിന് ഈ കഥകളിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജോയൽ എന്തായാലും
അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടാവും. ജോയല് നോക്കുന്ന സമയത്ത് വില്ലേജ് തൊട്ട് മുമ്പിലായിട്ട് ചെറുതായിട്ടാണെങ്കിലും ജോയലിനെ കാണാം. ജോയൽ എന്ത് ചെയ്തു? വണ്ടി സ്പീഡിൽ അങ്ങ് വിട്ടു. വീടിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് പുള്ളി കാളുവണ്ടി നിർത്തുന്നത്. വണ്ടിയിൽ നിന്ന് പുള്ളി ചാടി ഇറങ്ങി. പിടിച്ചിട്ടുള്ള മീൻ പോലും പുള്ളി ആ സമയത്ത് എടുക്കാനായിട്ട് വിട്ടുപോയി. ജോയലിൻ്റെ ഭാര്യ വീട് ലോക്ക് ചെയ്തിട്ട്, ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴും പൂട്ടൊന്നും അല്ല, ഒരു പ്രത്യേക രീതിയിലാണ് അവർ അടച്ചു വെച്ചേക്കുന്നത്. ജോയലിനെ അകത്ത് കടക്കാനും പുറത്ത് കടക്കാനും പാകത്തിന് ജനാല ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചിട്ടാണ് പുള്ളിക്കാരി പോയിട്ടുള്ളത്. കാളവണ്ടിയിൽ നിന്ന് ചാടി വീണ ജോയല് ആ ജനാലയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ചാടി. അപ്പം തന്നെ ജനാല അടച്ചു. പുള്ളി തിരി തെളിയിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുള്ളി ജസ്റ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് ഒന്ന് മാറി നിന്നു. ചെറുതായിട്ടൊരു ആശ്വാസം വന്നെങ്കിലും അത് അധിക നേരം നിന്നില്ല. കാരണം ജനാലയുടെ അടുത്തേക്ക് ആരോ നടന്നു വരുന്ന അല്ലെങ്കിൽ എന്തോ ഒരു ശബ്ദം, ഒരു പ്രത്യേക തരം ശബ്ദം പുള്ളി കേട്ടു തുടങ്ങി. ജോയലിന് എന്താന്ന് മനസ്സിലാവുന്നില്ല. ജോയലിന് എന്നാലും ഒരു ക്യൂരിയോസിറ്റി, ഇതിന് എന്താവും, ഇതിന് ആ പാമ്പാണോ, അത് വല്ല വന്യമൃഗങ്ങളാണോ, ജോയലിന്റെ സെന്റ് പിടിച്ചിട്ട് അവിടം വരെ വന്നതാണോ, ഒന്നും ജോയലിന് അറിയില്ല. പക്ഷെ നമ്മൾ മനുഷ്യന്മാർക്ക് ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമല്ലോ, അതാണ് ജോയലിന് അപ്പോഴും വന്നിട്ടുള്ളൂ. ജോയൽ എന്ത് ചെയ്തു? പതുക്കെ സാവധാനം ജനാലയുടെ അടുത്തേക്ക് നിന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എത്തി നോക്കി. ഓക്കെ, അത്രേ ജോയൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ നടന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ബോഡിക്ക് ചുറ്റൊരു ബ്ലാങ്കറ്റ് പുതച്ചിട്ട് വാതിലും തുറന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ജോയലിനെയാണ് നമ്മൾ കാണുന്നത്. ജോയലിന് വല്ലാത്ത പെയിനുണ്ട്. ജോയലിന്റെ ബോഡി വർക്കാവുന്നില്ല, ജോയലിന്റെ ബ്രെയിൻ വർക്കാവുന്നില്ല. പുള്ളി ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതും നേരെയല്ല ഓടുന്നത്, സിഗ്സാഗ് ആയിട്ട് ഓടുന്നത്. ചില സമയത്ത് നിലത്ത് കിടന്നിട്ട് ഉരുളുന്നുമുണ്ട് പുള്ളി. അതായത് എന്തോ പൊള്ളലേറ്റ പോലെയാണ് പുള്ളി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും സഹായിക്കാനില്ല, കാരണം എല്ലാവരും ആ ഫെസ്റ്റിവലിന് പോയിരിക്കുകയാണ്. ജോയല് വിചാരിക്കുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നൊരു തോട്ടാണ് ജോയലിന് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈൻഡിലൊരു ഫ്ലാഷ് പോലെ ഒരു കാര്യം വരുന്നത്. എൻ്റെ പെങ്ങള് മെറി എന്ന് പറയുന്ന എൻ്റെ പെങ്ങള് എൻ്റെ അതേ പ്രകൃതമുള്ള ഒരാളാണ്. പുള്ളിക്കാരിക്ക് ഈ പാട്ടും ബഹളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പുള്ളിക്കാരി ചിലപ്പോൾ ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടാവില്ല എന്നൊരു തോന്നലാണ് ജോയലിന് അപ്പം വരുന്നത്. ജോയലിനെ ഒന്നും ചെയ്യാനില്ല, മെറിയുടെ അടുത്തേക്ക് ഓടുക. ഈ ഒറ്റ കാര്യം മാത്രമേ ജോയലിന് ചെയ്യാനുള്ളൂ. ജോയൽ എന്ത് ചെയ്തു? മെറിയുടെ വീട് ലക്ഷ്യമാക്കിയിട്ട് ഓടാനായിട്ട് തുടങ്ങി. ഇതേ സമയം മെറി വീട്ടിലുണ്ട്. ജോയലിന്റെ ഊഹം ശരിയായിരുന്നു. മെറി ആ സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിച്ചണിൽ. അപ്പോഴാണ് പെട്ടെന്നൊരു അലർച്ച പുള്ളിക്കാരി കേൾക്കുന്നത്. ആ അലർച്ച, അതായത് മെറിയുടെ വീടിന് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇത് ആരാന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് മെറിയും അല്ലെങ്കിൽ ജോയലും താമസിക്കുന്ന അരസാരി ഗ്വാമ. അതുകൊണ്ട് തന്നെ മെറി എന്ത് ചെയ്തു? ചെറിയൊരു പേടി ഉണ്ടെങ്കിലും മെറി പതുക്കെ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ജോയൽ വന്ന് അപ്പൊ തന്നെ മെറിയുടെ മെയിൻ ഡോറിൽ മുട്ടുന്നത്. മുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കുന്ന രീതിയിലാണ് പുള്ളി ഡോറിലിട്ട് അടിക്കുന്നത്. മെറിക്ക് വല്ലാണ്ട് പേടിയായി. മെറി ചോദിച്ചു ആരാത് എന്ന് ചോദിച്ചു. പക്ഷെ ജോയലിന് വേദനയാണല്ലോ, പുള്ളിക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെ പുള്ളി തുറക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ പറയാ, ജോയലാണെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷെ മെറിക്ക് പേടി. പക്ഷെ ഇനി ഇതിപ്പം എൻ്റെ ബ്രദർ തന്നെയാണോ? കാരണം ജോയലിന്റെ ശബ്ദമൊക്കെ വല്ലാണ്ട് ഇടർന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മെറിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും മെറി എന്ത് ചെയ്തു? വാതില് തുറന്നതും ജോയല് കമന്നടിച്ച് മുമ്പോട്ട് വീണു. ജോയല് അവിടെയും കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുകയാണ്. മെറി ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് തലയിൽ ഇങ്ങനെ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തോണ്ട്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് മെറി ഏതാണ്ടൊക്കെ ഓക്കെ ഇത് ജോയലാന്ന് മെറിക്ക് മനസ്സിലായി. ജോയലിനോട് ചോദിച്ചു എന്താ പറ്റിയത്, നിനക്ക് എന്താ പറ്റിയേ പറ എന്ന് മെറി ചോദിക്കുന്നുണ്ട് ജോയലിന്റെ അടുത്ത്. പക്ഷെ ജോയലിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ജോയലിന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് ജോയലിന് വിസിബിളി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതായത് ഫേസ് കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ എന്താ പറയാ മുറിവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മെറിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മെറി വീണ്ടും ചോദിച്ചു എന്താ പറ്റിയത്. അപ്പൊ ജോയല് പറഞ്ഞതാണ് എനിക്ക് വല്ലാണ്ട് പൊള്ളുന്നുണ്ട്, ഈ പൊള്ളലിനെ മാറ്റിത്തരാൻ പറ്റും, എനിക്ക് പൊള്ളുന്നുണ്ട് എന്ന് ജോയല് മെറിയോട് പറഞ്ഞു. മെറി വീണ്ടും നോക്കി, ബോഡിയിലൊന്നും പൊള്ളല് കാണാനില്ല.
മെറിക്ക് വല്ലാണ്ട് പേടിയായി. കാരണം ഇത് ഒരു മരണത്തിന്റെ വക്കത്തെത്തുന്ന ഒരാൾ നിലവിളിക്കുന്നോന്നാണ്, അതായത് ജോയൽ ഇപ്പൊ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മെറി എന്ത് ചെയ്തു? മെറിയുടെ രൂപത്തില് ഓക്കെ, ടൗണിലത്തെ പോലീസുകാരനും, അതായത് മെയിൻ പോലീസ് ഓഫീസറും അതേപോലെ തന്നെ ഡോക്ടറും അവിടെ അടുത്ത് തന്നെയാണ് താമസം. അവര് അവിടെ ഉണ്ടാവുന്ന പ്രാർത്ഥിച്ചിട്ട് മേരി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അവരുടെ സ്ഥലത്തേക്ക്. മേരിയുടെ ആ ഒരു ഫീലിംഗ് ശരിയായിരുന്നു. കാരണം ടൗണിൻ്റെ ആ വില്ലേജിന്റെ പോലീസ് ഓഫീസറും അതേപോലെ തന്നെ എന്താണ് ഡോക്ടറും ആ വില്ലേജിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് ഈ പരിപാടികൾക്കൊന്നും പോയിട്ടില്ലായിരുന്നു. മേരി പറ്റാവുന്ന രീതിയിൽ പോലീസുകാരനോടും ഡോക്ടറോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവര് മേരിയുടെ കൂടെ തിരിച്ച് മേരിയുടെ വീട്ടിലോട്ട് വന്നു. മേരിയുടെ വീട്ടിലെത്തിയപ്പം മേരി ആകെ പേടിച്ചു പോയി. കാരണം നേരത്തെ വിട്ടു പോയിട്ടുള്ള ജോയലല്ല ഇപ്പോൾ ഉള്ളത്. ജോയലിന്റെ ബോഡിയൊക്കെ ആകെ ഒരു പേർപ്പിൾ കളറായിട്ട് ഇങ്ങനെ വീർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഡോക്ടർ പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോ തന്നെ ജോയലിന്റെ ഈ ഒരു കുലുക്കൊക്കെ നിർത്തിയിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്? ലൈക്ക് പറ, എന്നാലേ ചികിത്സ തരാൻ പറ്റുള്ളൂ, പറ എന്താ ഉണ്ടായേ. പക്ഷെ ജോയലിനൊന്നും പറയാൻ പറ്റുന്നില്ല. ജോയല് ജസ്റ്റ് അവിടെ ഇവിടെയും തൊടാണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം പോലീസുകാരൻ ഇത് കണ്ടിട്ട് മെറിയോട് ചോദിച്ചു, എന്തെങ്കിലും പറഞ്ഞോ ജോയല്? അപ്പൊ മെറി പറഞ്ഞു, ഇല്ല, അവരിങ്ങനെ ഓടി അലിച്ചിട്ടാണ് വന്നത്, എനിക്കും കൃത്യമായിട്ട് അറിയില്ല, എന്തോ പൊള്ളലേറ്റ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് മെറി പോലീസുകാരനോട് പറഞ്ഞു. ജോയലാണെങ്കിൽ ഡോക്ടറിനോടൊന്നും വിട്ടു പറയുന്നില്ല. പോലീസുകാരൻ എന്ത് ചെയ്തു, എന്നാ പിന്നെ ജോയലിന്റെ വീട്ടിൽ പോയിട്ട് നോക്കാം, ഇനി അവിടെ വല്ല തീപിടുത്തം നടന്നാണോ, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. പോലീസുകാരൻ അപ്പൊ തന്നെ നേരെ ജോയലിന്റെ വീട്ടിലോട്ട് നടന്നു. അവിടേക്ക് എത്തിയതിനു ശേഷം അവിടെ അരിച്ചു പെറുക്കി, അതായത് ഒരു തീയുടെ മാർക്കുകളോ അല്ലെങ്കിൽ കരിയോ പുകയോ ഇങ്ങനത്തെ ഒരു സംഭവവും ജോയലിന്റെ വീട്ടിലില്ല. പോലീസുകാരൻ ഇതെന്താ സംഭവം എന്ന് അറിയാണ്ട് വീണ്ടും തിരിച്ച് മെറിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ ഇപ്പൊ ജോയലിന്റെ അവസ്ഥ, അതായത് പോലീസുകാരൻ തിരിച്ചെത്തിയപ്പോഴുള്ള ജോയലിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ജോയലിന്റെ ബോഡിന്ന് മാംസം ഇളകിയിട്ട് ഇങ്ങനെ നിലത്തോട്ട് ഇങ്ങനെ ഊഴ്ന്നിങ്ങനെ നിൽക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ജോയലുള്ളത്. ഡോക്ടർ പറഞ്ഞു, ഇതെന്താ സംഭവം നമുക്കറിയില്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇത് ട്രീറ്റ് ചെയ്യാനുള്ള പരിപാടികളൊന്നും അവർക്ക് അറിയും, അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ മെഡിസിൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഇവന് എത്രയും പെട്ടെന്ന് സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാരന് സമയം വേസ്റ്റ് ചെയ്യാനില്ല. പോലീസുകാരൻ പറഞ്ഞു, എന്താ പിന്നെ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ടുവരാം, അതൊരു മോട്ടോർ വെഹിക്കിളാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രിസിറ്റിയോ ഫോണോ വെള്ളത്തിന്റെ സപ്ലൈ പോലും പ്രോപ്പർ ആയിട്ടില്ലാത്തൊരു വില്ലേജാണ് അരസരി ഗ്വാമ. അതിൽ ഈ പോലീസിന്റെ മാത്രമാണ് ആ ഒരു ട്രക്ക് പോലത്തെ ഒരു സംഭവം ഉള്ളൂ. പോലീസുകാർ നേരെ ഓടി ആളുടെ വണ്ടി എടുത്തിട്ട് വന്നു. ഡോക്ടറും മെറിയും കൂടിയിട്ട് ജോയലിനെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട്, കാരണം ജോയലിനെ കുലുക്കാൻ പറ്റില്ല, കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നായിട്ട് മാംസം വീണുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ചിക്കനൊക്കെ പുഴുങ്ങിയിട്ട് മാംസം ഇങ്ങനെ ഇളകി വരത്തില്ലേ, അതേപോലെയാണ് ജോയലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ എങ്ങനെയൊക്കെയോ ജോയലിനെ അലറി വിളിക്കുന്നുണ്ട് ജോയലിനെ പിടിച്ച് പൊക്കുന്ന സമയത്ത്. പക്ഷെ എങ്ങനെയൊക്കെയോ ജോയലിനെ അവർ വണ്ടിയുടെ ബാക്കിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് അവർ വെച്ച് പിടിച്ചു. ഓക്കെ, ജോയലിന്റെ അടുത്ത് അപ്പോൾ ഉള്ളത് ഡോക്ടറാണ്, അതേപോലെ തന്നെ പോലീസുകാരൻ വണ്ടി ഓടിക്കുകയാണ്, മെറി ബാക്കിൽ തന്നെ ഡോക്ടറിന്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ വണ്ടി ഹൈ സ്പീഡിൽ ഹോസ്പിറ്റലിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാരനോ ഡോക്ടറിനോ മെറിക്കോ എന്താന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. മെറി കരയുവാണ്, കാരണം സ്വന്തം മുമ്പിൽ അനിയൻ ജീവന് വേണ്ടി ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ ഗട്ടറിൽ വണ്ടി വീഴുമ്പോഴും ജോയലിന്റെ മേത്തുനിന്ന് മാംസം ഇളകി നിലത്ത് വണ്ടിയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വെള്ള തുണി ഉണ്ടല്ലോ ജോയലിനെ പുതപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അതിപ്പോ റെഡ് കളറിലാണ്, ചോര കൊണ്ട് കുതിർന്നിട്ട്. അങ്ങനെ അവരെങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ ജോയലിന് ചുറ്റും വന്നു. പക്ഷെ ജോയലിന് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പല ടെസ്റ്റുകളും പല കാര്യങ്ങളും ചെയ്തു നോക്കി, ഒന്നും ശരിയാവുന്നില്ല. ആകെ കൂടി അവർക്ക് അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജോയലിന് പെയിൻ കില്ലേഴ്സ്, ഹൈ ഡോസുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്.
അങ്ങനെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്ത് അവർക്ക് ഏതാണ്ട് കാര്യം പിടികിട്ടി. ജോയല് ഈ രാത്രി മുഴുവിപ്പിക്കില്ല. ജോയല് മരിക്കാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ പെയിൻ കില്ലേഴ്സിന്റെ എഫക്റ്റില് ജോയല് ജസ്റ്റ് ഒന്ന് ശാന്തനായി. ഓക്കെ, ഇതാണ് പറ്റിയ സമയം എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ, അതായത് ആദ്യമേ ജോയലിനെ കണ്ട് എന്താന്ന് ചോദിച്ച ഡോക്ടറില്ലേ വില്ലേജിലത്തെ ആള്, ജോയലിന്റെ അടുത്തിരുന്നു. ആൾക്ക് വിഷമവും സഹതാപവും ഒക്കെയാണ്. കാരണം ഇനിയൊന്നും ചെയ്യാനില്ല, ജോയല് തീരുകയാണ്. അപ്പം അതിനു മുമ്പ് ഡോക്ടർ ജോയലിനോട് ചോദിച്ചു, കാരണം ഇപ്പൊ ജോയൽ റിലാക്സ്ഡ് ആണ്, ചോദിച്ചു എന്താണ് നിനക്ക് പറ്റിയത്, ഇനിയെങ്കിലും പറ. അപ്പോ ജോയൽ പറഞ്ഞു, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ വീട്ടിലെത്തി. ജനാലയിൽ കൂടെ അകത്തേക്ക് ചാടി അങ്ങ് കടന്നു. പിന്നീട് ഞാൻ കുറച്ചേരം മാറി നിന്നു, ഇതെന്താ സംഭവം എന്ന് അറിയാത്തോണ്ട്. പക്ഷെ പുറത്ത് ആരോ നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടിയപ്പോൾ ഞാൻ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ജനാലയുടെ അടുത്തോട്ട് പോയി പുറത്തേക്ക് ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ കാണുന്നത്, അതായത് ജോയൽ കാണുന്നത്, ഒരു കറുത്ത രൂപം ജോയലിന്റെ വീടിന്റെ മുമ്പിലായിട്ട് എയറിൽ ഇങ്ങനെ ഹവർ ചെയ്യുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു വലം വെക്കുന്നതായിട്ടാണ് പുള്ളി കാണുന്നത്. ഇത് കണ്ട് അടുത്ത സ്പോട്ടില് ജോയലിന്റെ മേത്തിക്ക് വളരെ എന്താ പറയാ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിന്റെ ബീം വന്ന് അടിക്കുകയും ചെയ്യുന്നത്. ജോയലിന് ഇങ്ങനെ പിടിക്കാൻ പോലും ജോയലിന് സമയം കിട്ടിയില്ല. ആ ലൈറ്റ്, അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ജോയലിന്റെ മേത്ത് വന്ന് അടിച്ചു. അപ്പം തന്നെ ജോയലിന് തീ പിടിക്കുന്ന ഫീലാണ് ജോയലിന് കിട്ടിയത്. ജോയൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് ജോയല് ബോഡി മൊത്തം വിരിച്ചു. എന്നിട്ട് വാതിലും തുറന്ന് അലറിക്കൊണ്ട് ജോയൽ പുറത്തേക്ക് ഓടി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഡോക്ടർ ചോദിച്ചു, അപ്പം എന്താണത്? അതുപോലെ മൃഗമായിരുന്നോ അതോ മറ്റേ പാമ്പായിരുന്നോ? എന്താന്ന് അറിയില്ല. കാരണം അതൊക്കെ മിത്തുകൾ മാത്രമാണെന്നാണ് ഡോക്ടർ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജോയൽ പറഞ്ഞു, അത് ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്നാണ് ജോയൽ പറഞ്ഞത്. ഇത് പറയുമ്പോഴും ജോയലിന്റെ അവിടെ നിന്ന് ഇവിടുന്നായിട്ട് മാംസം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡോക്ടർ ഇത് കേട്ട് ഞെട്ടിപ്പോയി. എന്നാൽ ഇതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള ജോയല് 4 മണിക്കൂറിന് ശേഷം പുള്ളി മരിച്ചുപോയി. പിന്നീട് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ജോയലിനെ പറ്റിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ജോയലിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ എന്താ മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള, വളരെ ഭീകരമായിട്ടുള്ള ആ ഒരു പൊള്ളലും അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള കാർഡിയാക് അറസ്റ്റുമാണ് ജോയലിന്റെ മരണ കാരണം എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ജോയലിന്റെ ഫാമിലിയും നാട്ടുകാരും അത് വിശ്വസിക്കുന്നില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്നത് ആ മിത്തുകളിലാണ്. അതായത് തൊട്ടടുത്ത് മറ്റേ ഗനി ഉണ്ടല്ലോ, ആ മൈനുണ്ടല്ലോ, അവിടുത്തെ പ്രേതങ്ങളാണ് കൊന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നു. അതേപോലെ തന്നെ അവിടുത്തെ മറ്റേ ലൈക്ക് പ്രൊട്ടക്ടർ ആയിട്ടുള്ള പാമ്പുണ്ടല്ലോ, ബോയ്റ്റാട്ട, ആ പാമ്പാണ് കൊന്നതെന്ന് മറ്റു ചില ആൾക്കാരും പറയുന്നു. പക്ഷെ സിറ്റികളിൽ ഇതല്ല അവസ്ഥ. അവര് വിശ്വസിക്കുന്നത് ജോയലിനെ ഗവൺമെന്റ് ഒരു ബലിയാടായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഗവൺമെന്റിന്റെ കയ്യിൽ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ടായിരുന്നു. അത് പരീക്ഷിക്കാനായിട്ടാണ് ജോയലിനെ അവർ സെലക്ട് ചെയ്തിട്ട് കൊന്നത് എന്നാണ് സിറ്റിയിലത്തെ ചില ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് 1946 ആ ഒരു സമയത്ത് ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു കൺട്രിക്കും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് റേഡിയേഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വെപ്പൺസോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ ചിലർ വിശ്വസിക്കുന്നത് ഇത് ഏലിയൻസിന്റെ കളിയാണെന്നാണ്. അതായത് ഏലിയൻസ് ആണ് ജോയലിനെ കൊന്നത്. അതെങ്ങനെയാണെന്നൊന്നും അവർക്ക് പറയാറിയില്ല, പക്ഷെ ഏലിയൻസ് ആണ് കാരണം. പിന്നീട് ജോയലിന്റെ മരണശേഷം ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ഒരു 1970-കളിൽ ഓക്കെ ഇതേപോലെ നോർത്തേൺ ബ്രസീലില് കുറെ പേര് ഇതേ സെയിം രീതിയിൽ മരിച്ചിട്ടുണ്ട്, പരിക്കേറ്റപ്പെട്ടവരുണ്ട്. അപ്പോഴൊന്നും ഇതിന്റെ റീസൺ എന്താണെന്ന് ഗവൺമെന്റോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. എന്നാൽ 1977 ജനങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിക്വസ്റ്റ് കാരണം, അതേപോലെ തന്നെ ബ്രസീലില് ഉടനീളം ഇതേപോലത്തെ ഇൻസിഡൻസ് ഉണ്ടാവുന്നതുകൊണ്ടും ബ്രസീലിയൻ ഗവൺമെന്റും അതേപോലെ തന്നെ ബ്രസീലിയൻ മിലിറ്ററിയും ചേർന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ലോഞ്ച് ചെയ്തു. ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ അല്ലെങ്കിൽ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സോസർ. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ അതിനെ പറ്റി കിട്ടും. പക്ഷേ
ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ അവസാനം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പം മിലിറ്ററി വീണ്ടും കൈമലർത്തി. അവർ പറയുന്നത് ജോയലിന്റെയോ അല്ലെങ്കിൽ മറ്റ് മരണങ്ങൾക്കോ കാരണം ഏലിയൻസോ കാര്യങ്ങളൊന്നും അല്ല എന്നാണ് അവർ പറയുന്നത്. എനിവേസ് ആൾക്കാർ ഇപ്പോഴും സ്കെപ്റ്റിക്കലാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ഫിക്ഷൻ ആയിട്ടാണോ തോന്നുന്നത്? എന്താണെങ്കിലും കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണത്. നിങ്ങൾക്ക് ഇതേപോലത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പിന്നെയും വേറൊരു സ്റ്റോറി ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഗുഡ് നൈറ്റ്.